ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ലെസ് പ്രസീസിന്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഈ മലയുടെ മേളിലായിരുന്നു കയറി നിന്നത്. മലയുടെ മേളിലൊന്നും ഇല്ലായിരുന്നു, ഞാൻ കുറച്ചൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ട്. പിന്നെ നമ്മളിവിടെ മല പൊട്ടിച്ചപ്പോൾ കിട്ടിയ എല്ലാ ബ്ലോക്കും നമ്മൾ ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 2 പെട്ടി നിറച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയൊന്നും അല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. ഇത് മൊത്തം ഡയറക്റ്റായിരുന്നു ഈ പെട്ടി നിറച്ച്. പിന്നെ കുറച്ചൊക്കെ നിരപ്പാക്കാനായിട്ട് എടുത്ത് ബാക്കി വന്നാണ് ശുഭം. ഇത് ഞാൻ താഴോട്ട് ഇറങ്ങാനായിട്ട് ഒരു പടി വെച്ചാണ്. ഈ പടിയായിരിക്കും ഇനി മെയിൻ പടി. ഇതേ കൂടെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഇനി അങ്ങോട്ടായിരുന്നു വെക്കണ്ട, അതായിരുന്നു നമ്മുടെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് ഭാഗം ആക്കാം. ഇങ്ങോട്ട് നമ്മുടെ വീടിന്റെ മുമ്പ് വശം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വീടിന് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ തപ്പി പോകണം. കുറച്ച് അമ്മമാരുണ്ട് ഇവിടെ, അമ്മമാരെ കൊല്ലട്ടെ. രക്തപ്പുഴ. പിന്നെ എനിക്ക് ഇവിടുന്ന് മറ്റേ സ്കെൽട്ടനെ കൊന്നപ്പോ 2 അമ്പ് കിട്ടിയായിരുന്നു, 2 വില്ലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ 2 അമ്പും കൂടെ കൂട്ടിയിട്ട് റിപ്പയർ ചെയ്യാം. ഇപ്പൊ ഒരു ഫുള്ള് ലൈഫുള്ള ഒരു അമ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം വെളിയിലോട്ട്. എന്നിട്ട് കുറച്ച് റിസോഴ്സസ് ഒക്കെ തപ്പണം. വീട് എന്ത് വെച്ചുണ്ടാക്കണം എന്ന് നോക്കണം. നമുക്ക് ആദ്യം കുറച്ച് കല്ലെടുത്തേക്കാം. നമുക്ക് കുറച്ച് അയൺ കിട്ടിയായിരുന്നല്ലോ, ഞാൻ അയൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി. ഇനി ബാക്കി 3 അയണും മാത്രമേ ഉള്ളൂ. ബാക്കി ഇത് വെച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല. ഇതുണ്ടാക്കിയേക്കാം, ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. ഒരു ആക്സ് ഇരിക്കട്ടെ. പിന്നെ പിക്കാക്സിന് ലൈഫ് ഇല്ല, പിക്കാക്സ് പറഞ്ഞ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഷീൽഡ് എടുത്ത് ഇട്ടേക്കാം. ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ സ്പോൺ ആവുന്നുണ്ട്, അമ്മമാരെയൊക്കെ ഓടിക്കണം ഇവിടുന്ന്. നമുക്ക് കുറച്ച് ഫുഡ് വേണം, അല്ല വഴിക്ക് വെച്ചെങ്ങനെ ഫുഡ് ഇല്ലെങ്കിൽ ആടുജീവിതത്തിന് തൊള്ളാലാവും. ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ. അടി കൂടെ എന്താ നടന്നു പോകുന്നല്ലോ. മറ്റേ മണ്ടന്മാര് സ്പോണായി. നേരത്തെ 2 മണ്ടന്മാര് സ്പോണായിരുന്നു. അവന്മാര് താഴെ ചാടി തന്നെ എത്തു. എനിക്ക് കുറച്ച് ലീശി കിട്ടിയിട്ടുണ്ട്, ഞാൻ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാര് വീണ്ടും സ്പോണായല്ലോ. പിന്നെ എന്താണുള്ള കയ്യില്? ഇവൻ ചെറിയ വരും കേട്ടോ. പക്ഷെ എന്താ അൺബ്രേക്കിംഗ് 1 എഫിഷ്യൻസി 1 വേണം. വെള്ളം കോരി കൊടുത്താൽ ഇവൻ എമറാൾഡ് തരുമല്ലോ നമുക്ക്. കോസ്റ്റോണും തരും. ഇവൻ വേറെ ഉപകാരമുള്ളൊന്നും ഇല്ല. ഇപ്പോ അയ്യോ അമ്മമാരിപ്പോ എന്നെ കൊല്ലാൻ നോക്കും. നീ അനാഥനാ, നീ തരുവാ നീ പൊക്കോ. നമ്മുടെ ഫുഡൊക്കെ ആയെന്ന് ഒന്ന് പോയി നോക്കിയേക്കാം. ഓക്കെ, ഇത്രയും ഫുഡായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ എടുത്ത് വയ്ക്കാനായിട്ടേക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് ഫുഡായി. ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴിക്ക് വെച്ച് ചൂടാക്കാം. ഇനി നമുക്ക് പുറപ്പെടാം. ഈ ഒരു ബോട്ടും കൂടെ വേണം. ചിലപ്പോ കടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോണം, അതുകൊണ്ട് ഒരു ബോട്ടും കൂടെ ഉണ്ടാക്കാം. അതന്നെ ഇപ്പൊ ഷവല് വേണ്ട ബോട്ട് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി നമുക്ക് നേരെ പോ എന്തെങ്കിലും കിട്ടിയാലോ. ഒന്നാമത് മലയാണ്, അപ്പൊ ചെറിയ ബ്ലോസം കാണാൻ നല്ല ഇതുണ്ട്. ഞാൻ കുറച്ചേരം നടന്നു നോക്കട്ടെ ഇതില്. ഞാനിപ്പോഴാണ് ഗൈസ് അറിയുന്നത്, ഞാൻ ബെഡ് എടുത്തില്ലെന്ന്. രാത്രിയാകുമ്പോ ഓടിച്ചെന്ന് ബെഡ് എടുത്തിട്ട് വരട്ടെ. ഗൈസ് കുറച്ചങ്ങോട്ട് പോയപ്പോ എനിക്ക് അവിടെ റൂയിന്റ് ബോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഇവിടെ ഒരു റൂയിൻസും കൂടെ ഉണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കാണും. ഇത് തുറക്കുമ്പോ ഇതിനകത്ത് ഫുൾ നെതറൈറ്റ് ആർമറും 5 സ്റ്റാക്ക് നെതറൈറ്റ് ബ്ലോക്കും കാണണമേ. ഇതിനകത്ത് എന്താണ്ടോ കിട്ടിയല്ലോ നമുക്ക് എന്തോ ഗോൾഡൻ ഹെൽമെറ്റ് കിട്ടി, ഗോൾഡിന്റെ എന്താണ്ടോ കുന്തറാണ്ടൊക്കെ കിട്ടി. പിന്നെ ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോഡ് സ്റ്റോൺ. ഇത് നെതറൈറ്റ് വേണ്ട ഉണ്ടാക്കാൻ. പുതിയ അപ്ഡേറ്റില് അയൺ വേണോന്ന്, അയൺ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെടുത്ത് വെച്ചേക്കാം. പിന്നെ ഇത് ഹെൽമെറ്റ് ഇരിക്കട്ടെ, കിട്ടിയല്ലേ എന്തായാലും. ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും വെറുതെ വിടാൻ പാടില്ല. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ പൊട്ടിക്കുന്നില്ല, എന്റെ അയണിന്റെ ഇത് കുന്തറാട്ടമൊന്നുമില്ല. ഇവിടെ ഒന്നും കാണില്ല, നേരെ അങ്ങ് പോയേക്കാം. ഇത് ഇവിടത്തെ ഇപ്പൊ ഒരു കടലാണ്. കടല് ബോട്ടിൽ കയറി പോണോ? എന്റെ ലക്കല്ലേ, വില്ലേജ് പോയിട്ട് അവിടെ ഒരു പന്നി പോലും കാണത്തില്ല. എന്തോ മലയാണെന്ന് തോന്നുന്നു. അവിടെ ചങ്കിലോടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാണണം. കണ്ടില്ലെങ്കിൽ ഞാൻ വേൾഡ് ഡിലീറ്റ് ആയി. കണ്ടു, 4-5 പൂവ് കിടക്കുന്നു. അവിടെന്താ ലാവ കാണുന്നുണ്ടല്ലോ. ഞാൻ ഫ്ലവർ വാലിയാണെന്ന് തോന്നുന്നു. ലാവയുടെ മണ്ടയ്ക്കൊന്ന് ചെന്ന് കയറായിരുന്നു മതിയായിരുന്നു. അവിടെ കുറച്ച് പംകിനൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഇപ്പൊ നിലത്തോട്ട് ചാടി ചാകാന്നേ ഉള്ളായിരുന്നു എനിക്ക്. അവിടെ എന്തോ വില്ലേജ് ഒക്കെ കാണാൻ സാധ്യത ഉണ്ട്. നമ്മുടെ പംകിന് സംഭവമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ചേരം ഇവിടെ കിടന്നൊന്ന് കറങ്ങി നോക്കട്ടെ, വില്ലേജ് എല്ലാം കണ്ടാലോ. പിന്നെ അവിടെ പംകിനുണ്ട്. അപ്പൊ എന്തായാലും വില്ലേജ് കാണാൻ സാധ്യത കൂടുതലാ. അവിടോട്ട് പോയി നോക്കിയേക്കാം. ആദ്യം അങ്ങോട്ട് പോയി നോക്കാം, അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരാം. അവിടെ കണ്ടില്ലെങ്കിൽ. ഇവിടെ ഒരു വില്ലേജ് പോയിട്ടൊരു വില്ലേജർ പോലും ഇല്ലല്ലോ. ഗ്രാവലിന്റെ മറ്റേ സംഭവം ഇല്ല. ഗ്രാവൽ എന്തായിരുന്നു? ഗ്രാവൽ വാലിയോ? ഇത് അതാണ് ഗൈസ്. വില്ലേജ് എന്താണ് കിട്ടാത്ത? വില്ലേജ് നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. വില്ലേജ് കിട്ടി ഗൈസ്. മച്ചാൻ എല്ലാ പണിക്കും പോടാ. ഓക്കെ, നമുക്ക് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചേക്കാം കോർഡിനേറ്റ്സ്. ഞാൻ പൊട്ടനാണോന്ന് അറിയാല. ഞാൻ നോക്കിയപ്പോ നമ്മുടെ
ബേസിന്റെ കോർഡിനേറ്റ്സും വില്ലേജിന്റെ കോർഡിനേറ്റ്സും അടുത്താണ് ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. അല്ല ഇത് തന്നെ കണ്ടാ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എത്തിയേനെ. ഞാൻ ഇവിടെ ഒരു അടയാളമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ അടയാളത്തിൽ അങ്ങോട്ട് കാണിക്കുന്നത് നമ്മുടെ ബേസിലോട്ടുള്ള വഴിയാണ്. അതാണ് നമ്മുടെ ബേസ്. ഇവിടാണ് വില്ലേജ് ഉള്ളത് ഗൈസ്. നമുക്കൊരു വില്ലേജ് കിട്ടിയിരിക്കുന്നു. ഈ വില്ലേജ് പ്രത്യേകിച്ച് എന്തുണ്ടെന്നൊന്നും എനിക്കറിയാല. അടുത്ത എപ്പിസോഡ് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു പൊളിച്ചെല്ലാം ഒന്ന് എടുക്കണം. നമുക്ക് മാരെ ദരിദ്രന്മാരാക്കണം. 2 വണ്ടന്മാരവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അമ്മാരവിടെ വ്ളോഗ് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ബൈ ബൈ.